ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം എൻ്റെ വൺ ഓഫ് മൈ വിഷ് എന്ന് പറയുന്നത് ആഗ്രഹമായിരുന്നു എന്തെങ്കിലും പാലിയേറ്റീവിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അക്കമ്പനി ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ബിക്കോസ് ലൈക്ക് ഐ ഡോണ്ട് നോ, ബട്ട് എനിക്കത് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കുറേ ഡ്രീംസ് വളരെ സ്ലോ ആയിട്ട് നേടിയെടുക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇറ്റ് ടുക്ക് 2 years. വലിയ സംഭവമൊന്നുമില്ല. സ്റ്റിൽ ഐ എം വെരി ഹാപ്പി. സോ ഇന്ന് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോവാണ്. പോയിട്ടുള്ളത് കാണിച്ചു തരാം. ഇഫ് ഇതാർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ കോണ്ടൻ്റ് ആണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത് വ്ളോഗ് എടുക്കുകയാണ്. സോ ലെറ്റ്സ് സീ. ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് ബയോളജി ക്ലാസ് എടുത്തൊരു സാറുണ്ട്, ഡോക്ടർ ധന്യൂനൽ ഷിബിലി. ആ സാറിന്റെ കൂടാണ് ഇന്ന് ഞാൻ പാലിയേറ്റീവ് അക്കമ്പനി ചെയ്യുന്നത്. എനിക്കിതിനെ പറ്റിയിട്ടോ ഇതിലെന്താ ചെയ്യുന്നതെന്നോ വാട്ട് ഈസ് ദ മോട്ടീവ് ഓഫ് എ പാലിയേറ്റീവ് കെയറിനോ അതിനെ പറ്റിയിട്ട് ഭയങ്കര ഡെപ്തിലുള്ളൊരു അറിവൊന്നുമില്ല. അതൊക്കെ അറിയാനും ഒരു ഡോക്ടറിനെ അക്കമ്പനി ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പോഷറും ഒരു എക്സ്പീരിയൻസും എങ്ങനെ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ആണ് ഞാൻ പോകുന്നത്. ഇന്ന് ഞാൻ പോയത് കൊണ്ടോട്ടീന്റെ അടുത്തുള്ള കീഴ്ശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. അവിടുന്ന് നമ്മൾ നേരെ ഓരോ വീട്ടിലേക്കും ഇങ്ങനെ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അണ്ടർ കെയറിലുള്ള ഓരോ പേഷ്യന്റിന്റെ വീട്ടിലേക്കും ഇങ്ങനെ പോയിട്ട് ഓരോ കാര്യങ്ങൾ അറിയാം. ഒരു ഇതുവരെ അണ്ടർഗോ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു അവസ്ഥ, അതിനൊരു ഫോളോ അപ്പ് കൊടുക്കുക, പിന്നെ അതിന്റെ മെഡിസിൻസിന്റെ നെക്സ്റ്റ് കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സാറ് തന്നെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും കാണണം. കുറെ പേഷ്യൻസിനെ പോയി മീറ്റ് ചെയ്ത് 2017 സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യന്റിനാണ് ഞാൻ ആദ്യം പോയി കണ്ടത്. നമ്മൾ പോയ പാട് തന്നെ സാറിനെ കണ്ട പാട് തന്നെ ആ ഡോക്ടറിന്റെ ഒരു ഫേസ് കണ്ടപ്പോൾ തന്നെ ഒരിക്കുണ്ടായ ഒരു ഭയങ്കര നല്ലൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ചിരി. മേ ബി അതിനായിരിക്കണം MBBS പഠിക്കുന്ന ഓരോ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അതേപോലത്തെ കുറെ പേഷ്യൻസിനെ നമ്മളൊന്ന് മീറ്റ് ചെയ്ത് 5, 6, 7 വർഷമായിട്ട് സ്ട്രോക്കും പാരാലിസിസും അങ്ങനെ കുറെ അസുഖങ്ങൾ, കുറെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് അസുഖങ്ങളുള്ള ആൾക്കാര്, പിന്നെ ഓൾഡ് ഏജിലുള്ള ആൾക്കാര്, ഓരോ വീടും ഓരോ സ്റ്റോറിനും ഓരോ പേഷ്യന്റും ഓരോ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ഒരു ഡ്രൈവറും പിന്നെ അതിന്റെ കൂടെയുള്ള നമ്മളെ സിസ്റ്റർ ദിവ്യ ചേച്ചിയും പിന്നെ ഞാനും സാറുമാണ്. സാറും എനിക്ക് കുറെ കഥകൾ പറഞ്ഞെന്ന്, ദിവ്യ ചേച്ചി എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞെന്ന്, കുറെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളും ഒരു ഓർത്തിരിക്കുന്ന കുറെ പേഷ്യന്റിന്റെ സ്റ്റോറീസും അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരാളാണ് ഈ മമ്മദ്ക്ക. 24 വർഷമായിട്ട് ബെഡ് റിഡൺ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പാരാപ്ലീജിയ വന്നിട്ട് തെങ്ങിന്റെ മുകളിൽ വീണതാണ്. അതുകൊണ്ട് ഉണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. കടന്നിട്ടുണ്ടാവുന്ന ഭയങ്കരമായ ഡീപ്പ് വൂണ്ടുകളും ഒക്കെ ഉണ്ട്. സ്റ്റിൽ നമ്മൾ പോയിട്ട് എന്താ മമ്മദ്ക്ക വിശേഷം എന്ന് സാറ് ചോദിച്ചപ്പോ പരമസുഖം, ഈ ആൻസറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അങ്ങോട്ട് ഉണ്ടായ 1 മിനിറ്റ് പോലും ചിരിക്കാതെ ആരും നിന്നിട്ടില്ല. എക്സ്ട്രീം ലെവൽ പോസിറ്റിവിറ്റി. ഇവർക്കുണ്ടായ പോസിറ്റിവിറ്റിന്റെ ഒരു കുറച്ച് അപകമൊക്കെ ഉണ്ടെങ്കിൽ ലൈഫ് ഈസ് വെരി ഈസി എന്ന് ഞാൻ പറയുന്നു. ഞാനും വന്നിട്ട് കുറെ സംസാരിച്ച് കുറെ കച്ചറ ഉണ്ടാക്കി. എന്നോട് ഇനി വരണം എന്നൊക്കെ പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു മമ്മദ്ക്ക എനിക്കൊരു പാട്ടൊക്കെ പഠിത്തന്നെ. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് മുഹമ്മദ് ഖാന്റെ കൺസേൺ കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഞാൻ ചോദിക്കാനും പറയാതൊന്നും അല്ല ഇടുന്നത്. പോയ മുതല് സാർ എന്നോട് പറയുന്ന ഒരു കഥാപാത്രമാണ് കുഞ്ഞാപ്പൂക്ക. വേറെ ആ ഡ്രൈവറിനെ ഞാൻ മിസ് ചെയ്തു എന്ന് മുപ്പര് ലീവ് ആയപ്പോ എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഫുൾ കംപ്ലീറ്റ്ലി മിസ്സായി പോയില്ല. നമ്മള് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നമ്മൾ ഫുഡ് കഴിച്ചു പോയത് കുഞ്ഞാപ്പൂക്കാന്റെ വീട്ടിലായിരുന്നു. അവിടെയും എനിക്കൊരു എക്സ്പീരിയൻസ്, അവിടെയും എനിക്കൊരു നല്ലൊരു ലൈഫ് സ്റ്റോറി എനിക്ക് കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി. കുഞ്ഞാപ്പൂക്കാക്കന്റെ ആടും അതാണ് മുപ്പരം ചെയ്തത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതും കാണിക്കുന്നതും ഇന്നുണ്ടായ കുറെ കാര്യങ്ങളിൽ വളരെ കുറച്ച് കാര്യമാണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളിലൊന്നാണ്. കുറെ അസുഖങ്ങൾ നേരിട്ട് കാണാൻ പറ്റി. CVA, COPD, പാരാപ്ലീജിയ, സ്ട്രോക്ക്, ഇങ്ങനെ കുറെ അസുഖം കൊണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരും, ഇങ്ങനെ അങ്ങോട്ട് പോയാലും വേണ്ടിയില്ല സമാധാനം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ആ 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കണ്ട്. വീട്ടിൽ നിന്ന് ഐസൊലേറ്റ് ആയിട്ടുള്ള ആൾക്കാരും, അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ ഈ ലോകത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സാറ് ഞാൻ വന്ന പാടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് വളരെ എക്സ്പ്ലോർഡ് ആവാത്തൊരു പാർട്ട് ഓഫ് MBBS അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ആണെന്നുള്ള, ഈ ഒരു പ്രൊഫഷൻ ആണെന്നുള്ളത്. ഈ ഒരു ഡേ കഴിഞ്ഞപ്പം ഐ ഓൾസോ ഫെൽറ്റ് ദ സെയിം. ബട്ട് സാറ് പറഞ്ഞു ഇതെല്ലാവരും എൻജോയ് ചെയ്യില്ല, ചിലർക്ക് ഇഷ്ടം ചിലർക്ക് ഇഷ്ടാവില്ല. ബട്ട് ഐ വാസ് ഹാപ്പി. എനിക്ക് നല്ല ഇഷ്ടമായി. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ എ മെഡിക്കോ, ഒരു MBBS BDS സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് സാറിന്റെ കൂടെ പോകാൻ. സാറിന് മെസ്സേജ് അയച്ചാൽ മതി.
യു ഹാവ് ടു ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഒന്ന് ട്രൈ ചെയ്തൊക്കെ, വൺസ് ട്രൈ ചെയ്തൊക്കെ. ഇഷ്ടമാണോ എന്നുള്ളതെങ്കിലും മനസ്സിലാവല്ലോ. നമ്മൾ MBBS പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഗെയിൻ ചെയ്യുന്നത് വളരെ നല്ലതല്ലേ. വൺസ് ഒരു ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റിയതാണോ, നിങ്ങൾക്ക് ഇതിലൊരു ഒരു ലൈക്ക് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. പോരാത്തതിന് ലൈക്ക് നമുക്ക് അറിയില്ലല്ലോ എവിടെ ആയിരിക്കും നമ്മളെ ഒരു ഫ്യൂച്ചർ എന്നുള്ളത് പറയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെ കുറെ ഡോക്ടേഴ്സിന്റെ കൂടെ കമ്പനി ചെയ്യുമ്പോൾ ഓരോ കയ്യിൽ നിന്നും കിട്ടുന്ന കുറെ നോളജും ഉണ്ടാവും, കുറെ ഇൻഫർമേഷനും ഉണ്ടാവും. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഓർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സ്റ്റിൽ ഒന്നില്ലെങ്കിലും കുറെ ലൈഫുകൾ കാണാം, കുറെ അവസ്ഥകൾ അറിയാം, മനുഷ്യന്മാരുടെ വേ ഓഫ് തിങ്കിങ് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മളൊരു വേർഷൻ അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റർ വേർഷൻ ആവാൻ നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു ഫുൾ ഡേ ഐ വാസ് ഒബ്സർവിങ്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഞാൻ ഒബ്സർവ് ചെയ്യുന്നു. ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും ഐ വാസ് ക്ലിയർലി ഒബ്സർവിങ്. എന്താണ് നടക്കുന്നത്, ആ സറൗണ്ടിങ്ങിൽ എന്താണ്, ആ വീട്ടിൽ എന്താണ്, സാർ എന്താണ് പറയുന്നത്, ആ പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്. ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദാറ്റ്. അതിൽ എനിക്ക് പറ്റുന്നത് വളരെ കുറച്ച് വിഷ്വൽസ് ആണ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. സോ നിങ്ങളൊരു മെഡിക്കോ ആണെങ്കിൽ പ്ലീസ് ട്രൈ ദിസ്. ഞാൻ പറയാണ്, പ്ലീസ് ട്രൈ ദിസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ്. ഇനി മെഡിക്കോ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാല് വാട്ട് ഈസ് പാലിയേറ്റീവ് കെയർ എന്നുള്ളൊരു ഐഡിയ സാറ് പറഞ്ഞിരുന്നുണ്ട്. അതായത് പാലിയേറ്റീവ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമ്മൾ ഒരുപാട് മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അതായത് ഇപ്പൊ ഒരു ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻ്റ് അല്ലേ, അപ്പൊ നമ്മുടെ പേഷ്യൻസ് പലപ്പോഴും ബാക്കിയുള്ള ചികിത്സകളൊന്നും ഫലിക്കാതെ, ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കും ചിലത്, അല്ലെങ്കിൽ ആ ക്യാൻസർ പേഷ്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കീമോതെറാപ്പി, റേഡിയേഷൻ ഇതൊന്നും അടിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് അവരെ ഒരു ടെർമിനലി ഇല്ലാണ്. അപ്പോൾ അവർ ബെഡ് റിഡനായി കിടക്കുന്ന സമയത്ത് അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഫിസിക്കലാകാം, ഈവൻ മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളാകാം. അപ്പോൾ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ മെയിൻലി പെയിൻ ആയിരിക്കും. ചിലപ്പോൾ പെയിനെ ചിലപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഈ പെയിനെ തന്നെ ചിലപ്പം അത് ഒരു ഫിസിക്കൽ ഇഷ്യൂ ആയിട്ടായിരിക്കില്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ നമുക്ക് ആ പേഷ്യൻ്റ് ആ പെയിന് കാരണമാവുന്നത് അല്ലെങ്കിൽ ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നത് പേഷ്യൻ്റെ അതുമായിട്ട് പേഷ്യൻ്റ് ഇപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് ആ പെയിന് ഭയങ്കര വേഴ്സായിട്ട് ഫീൽ ചെയ്യും. അത് കാരണം ഉണ്ടാകുന്ന സൈക്കാട്രിക് ഇഷ്യൂസ്, ഡിപ്രഷന്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഈ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ അവിടെ പോയിട്ട് പേഷ്യൻറ്റിനോട് അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കേണ്ടി വരും. അവരുടെ റിയൽ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും. കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. പിന്നെന്താ പിന്നെ പലപ്പോഴും ഡെത്ത്, നമ്മളിപ്പോൾ സാധാരണ പറയുന്ന ഒരു സാധനം, പാലിയേറ്റീവ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സാധനം ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ലിവിങ് വിത്ത് ഡിഗ്നിറ്റി ആണ് അല്ലേ. നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നു, നല്ല ബ്രാൻഡ് സാധനം ഇടുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആളുകൾ ആരെങ്കിലുമൊക്കെ ഒരു ബെഡ് റിഡൺ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ആ ഒരു ഡിഗ്നിറ്റി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് അവർ മരിക്കുന്ന ബെഡ് റിഡൺ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിൽ വരുന്ന ബെഡ് സോറില്ലേ, മുറിവുകൾ, ഈ മുറിവുകളൊക്കെ പലപ്പോഴും ഈ കൂട്ടിരിപ്പ് ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ബെഡ് റിഡൺ ആയി കിടക്കുന്ന ആൾക്കാരല്ല, അത് നോർമലി എല്ലാവരും ഇല്ലേ. അപ്പോൾ എന്തായാലും ബാക്കിൽ ഇങ്ങനത്തെ ബെഡ് സോറ് സാധനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ പലപ്പോഴും അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് ഇതെങ്ങനെയാണ് ബെഡ് സോറ് വരാതിരിക്കാൻ എന്തൊക്കെയാണ് ഒരു ഉദാഹരണം പറയാം കേട്ടോ. ബെഡ് സോർ ഒരു കോമൺ ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ബെഡ് സോറിനൊക്കെ പ്രോപ്പർ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇവരുടെ ഡേ ടു ഡേ, ഇപ്പോൾ ചില പേഷ്യൻസ് കത്തീറ്റർ ഇട്ട് കിടക്കുന്ന പേഷ്യൻസ് ആവും. അപ്പോൾ കത്തീറ്ററിന്റെ കെയർ എങ്ങനെ കൊടുക്കും, ചിലർ റൈൽസ് ട്യൂബ് ഇട്ട് കിടക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും പാലിയേറ്റീവ്. ഇതിന് റാൻഡമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. അപ്പോൾ ഇതിലിപ്പോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളോട് നമ്മൾ പറയാറുള്ളത് MBBS ശേഷം BCCP എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയ സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ MBBS ഹൗസ് ഏജൻസി ഇതൊക്കെ കഴിയുമ്പോഴും നമുക്ക് കിട്ടാത്ത എന്തൊക്കെയോ ഒരു സംഗതി ഈ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെയിൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരു ഫിസിക്കൽ ഇഷ്യൂ ആയിട്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. അപ്പോൾ പേഷ്യൻ്റ് എന്ത് പെയിൻ പറയുന്നു അതിനനുസരിച്ചൊരു അനാൽജസിക് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ പെയിൻ എന്ന് പറയുന്ന സാധനത്തിന് അതിന് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ട്. ശരിക്കും ആ പെയിൻ എന്തുകൊണ്ടാണ്, പേഷ്യൻ്റ് പെയിൻ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ വെറുതെ പറയുന്ന സാധനമായിരിക്കാം. ചിലപ്പോൾ പേഷ്യൻ്റ് ഒരു സൈക്യാട്രിക് ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു പെയിൻ തന്നെ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ പേഷ്യൻ്റ് റിയൽ സംഗതികളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ശരിക്കും കുറച്ച് സമയമെടുക്കും. പിന്നെ കുറേയൊക്കെ ഫിസിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ,
ഈ നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമ്മൾ ലാക്ക് ചെയ്യുന്ന വൺ ഓഫ് ദ മേഖലയാണ് പാലിയേറ്റീവ് മാത്രമല്ല, ഇപ്പം നമ്മളൊരു പ്രൈമറി കെയർ ഡയഗ്നോസിസ് ലെവലിൽ ആൾക്കാർ കുറവുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു മേഖല എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, എന്ന് വെച്ചാൽ പാലിയേറ്റീവ് കെയറിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും അവർക്ക് ചെയ്യാവുന്ന ഒരു സാധനം ഇപ്പോൾ ഫിനൊക്കെ ചെയ്ത പോലെ MBBS പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതായിട്ടുള്ള പരിപാടികൾ അതിൻ്റെ ഭാഗമാകാം. ഇപ്പോൾ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ സംഭവം എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഇത് പലരും വിചാരിക്കുന്നത് ഇതൊരു പ്യുവർ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണെന്നാണ്. പക്ഷെ അല്ല, ഇത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ ഇത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭാവിയിൽ എന്ത് ചെയ്യാം, ഈ വോളണ്ടിയർ പരിപാടിയൊക്കെ ചെയ്ത് ഭാവിയിൽ ഈ ഒരു പാലിയേറ്റീവ് എന്ന് പറഞ്ഞ മേഖലയിലോട്ട് കിടക്കണം, ഇഷ്ടപ്പെട്ടിട്ട് ഇത് എടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഞാനീ പറഞ്ഞ പോലെ BCCPM എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, ആ കോഴ്സ് എടുക്കാം. ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ പാലിയേറ്റീവ് ഒരു ജോബായിട്ട് ചെയ്യുന്നതിൽ നമുക്കൊരു എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസും ഗൈഡ് ലൈൻസും വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു രസം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ BCCPM കോഴ്സ് എടുത്തിട്ട് ഇത് ചെയ്യാം. പിന്നെ ഇതിനേക്കാൾ വലിയ സംഭവം MD പാലിയേറ്റീവ് മെഡിസിൻ ആണ്. പക്ഷേ അത് വളരെ കുറച്ച് സ്ഥലത്തെ അത് എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നോർത്തിലൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി വിത്ത് MBBS നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനം ഞാൻ ഈ പറഞ്ഞ പോലെ BCCPM ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ട് ഈ പ്രൊഫഷനിലോട്ട് ആൾക്കാർ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് അവേ മെസ്സേജ്. കൊള്ളാം. ദ ഡേ വാസ് സോ ഗുഡ്.